ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടയർ വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നത്. ടയർ വെച്ചിട്ടൊരു പ്ലാന്റ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു 3 ടയർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആക്റ്റീവന്റെ ഒരു 3 ടയർ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതാ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടയർ ആവശ്യമുണ്ട്. 3 ആക്റ്റീവന്റെ ടയറാണ് ഞാനിവിടെ എടുത്തത്. പിന്നെ നമുക്കിതാ 1 മീറ്റർ നീളം വരുന്ന 2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് വേണ്ടത്. പിന്നെ നമുക്കിതാ ഇതുപോലത്തെ ഒരു ഷീറ്റ് ഇതാ ഇവിടെ വിരിച്ചതിന് ശേഷം നമ്മളെ 3 ടയർ ഉണ്ടല്ലോ, ആ 3 ടയറിൽ ഒരു ടയർ ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമെൻറ്റ് മിക്സിങ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1:2 എന്ന അനുപാതത്തിൽ കുറച്ച് സിമെൻറ്റും പാറപ്പൊടിയാണ് എടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഓവർ ലൂസാവാതെ ഒരു മീഡിയം ലൂസിൽ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ച സിമെൻറ്റ് ടയറിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന ഒരു തോതിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിനുക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ PVC പൈപ്പ് ടയറിൻ്റെ നടുഭാഗത്ത്, വീഡിയോയിൽ കാണുന്ന പോലെ ടയറിൻ്റെ നടുഭാഗത്ത് കൈകൊണ്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഒന്ന് നേരെ ലെവലാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള 2 ടയറിൻ്റെയും മുകൾ ഭാഗത്ത് കത്തി ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കത്തി ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഹോളിലൂടെ തന്നെ കത്തി കൊണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മുറിക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ വീഡിയോ ഓവർ ലാഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കൈ മുറിയാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇതേപോലെ മുറിച്ചെടുക്കണം. ഇതേപോലെ തന്നെ മറ്റേ ടയറും നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതാ മുറിച്ചെടുത്ത 2 ടയറും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉൾഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് സിമെൻറ്റ് മിക്സിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതാ ടയറിൻ്റെ ഉള്ളിലേക്ക് സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലത്തെ 2 PVC പൈപ്പിൻ്റെ കഷ്ണം ആവശ്യമുണ്ട്. ഇത് 2 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പോൾ ഞാനിതിന് ചെറിയൊരു ചീന്ത് പോലെ ഇട്ടിട്ടുണ്ട്. ഇത് സിമെൻറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് സെറ്റായാൽ നമുക്കിത് ഊരിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിത് ഇതിൻ്റെ ചുറ്റുഭാഗത്തും സിമെൻറ്റ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് കനത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിനുക്കി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ടയറിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ചതൊക്കെ ഒന്ന് സെറ്റാവണം. സെറ്റാകാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ 3 ദിവസത്തിന് ശേഷം ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ആ പൈപ്പിൻ്റെ കഷ്ണമില്ല, നമ്മൾ 2 പൈപ്പിൻ്റെ കഷ്ണം ഇതിൻ്റെ മുകളിൽ നിന്ന് ഊരിയെടുക്കാം. ഇനി നമുക്കിതാ നമ്മളെ വലിയ പൈപ്പിൻ്റെ മുകളിൽ ചെറിയൊരു പണി കൂടെ ഉണ്ട്. ഒരു 2 ഹോൾ ഇട്ട് കൊടുക്കണം. മുകൾ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം.
അപ്പോൾ അത് ഞാനിവിടെ ഷോൾഡറിങ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതുപോലെ 2 ഭാഗത്തും ഹോളിട്ട് കൊടുക്കുക. ഇനി നമുക്കതിന് ശേഷം ഇതുപോലത്തെ ഒരു 2 കമ്പിൻ്റെ കഷ്ണം ആവശ്യമുണ്ട്. 2 ചെറിയൊരു കമ്പി കഷ്ണം കിട്ടിയാൽ മതി. അത് നമുക്ക് അടിഭാഗത്ത് ആദ്യം തന്നെ അടിഭാഗത്ത് കയറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ടയറിൽ ഒരു ടയർ എടുത്തിട്ട് ടയറിൻ്റെ ഹോളുണ്ടല്ലോ, ആ ഹോളിലൂടെ തന്നെ ഈ PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ തിരിച്ച് കയറ്റി കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ കയറി പോയിക്കോളും. അടുത്തത് രണ്ടാമത്തെ കമ്പിയും ഇതേപോലെ തന്നെ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് നേരത്തെ മറ്റേ ലാസ്റ്റത്തെ ടയർ ഉണ്ടല്ലോ, ആ ടയറും ഇതിൻ്റെ മുകൾ ഭാഗത്ത് തിരിച്ച് കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ഞാനിതൊന്ന് പെയിൻ്റൊക്കെ ചെയ്തൊന്ന് കളർഫുള്ളാക്കി എടുക്കുകയാണ്, അടിപൊളിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ പൈപ്പിന് നീല പെയിൻ്റാണ് അടിക്കുന്നത്. ടയറിന് 2 ടയറിനും യെല്ലോ ആൻഡ് റോസ് പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭംഗിയാവുമെന്ന് അറിയില്ല, ഒന്ന് അടിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മളിതാ പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെടി മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ തുടക്കത്തിലേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, ഇത് വിട്ടുപോയതാണ്. അപ്പോൾ കുറഞ്ഞത് ഒരു ടയറിന് 4 ഹോളെങ്കിലും വേണം. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ചെടിയൊക്കെ മാറ്റി കൊടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾഡ് ടയർ ഉപയോഗിച്ചുണ്ടാക്കിയ ഈ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്തു നോക്കാൻ കഴിയുന്നതാണ്, വളരെ ഈസിയാണ്. വീട്ടിൽ പഴയ ടയറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക, നല്ല ഭംഗിയാണ്. ഗാർഡനിലൊക്കെ വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ സ്നേഹത്തോടെ ബൈ.